പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മോഹൻ ബഗാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിന്റെ ഗോളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നത്തെ ഒരു വിജയം സ്വന്തമാക്കിയത്. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കും എത്തി. മത്സരത്തിന്റെ 9ാം മിനിറ്റിലാണ് ദിമിയുടെ ഗോൾ പിറന്നത്. ഈ ഒരു വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 12 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. മുംബൈക്കെതിരായ കളിച്ച ടീമിൽ നിന്നും ഒരു മാറ്റവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് മോഹൻ ബഗാനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. പരിക്കേറ്റ വിപിൻ മോഹനന്റെ പകരക്കാരനായി കൊണ്ട് അസറിനായിരുന്നു ഇന്ന് നമുക്ക് ആദ്യ 11-ൽ കാണാൻ സാധിച്ചത്. കൂടാതെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ 4ാം മിനിറ്റിൽ തന്നെ ഡയമന്റക്കോസ് എടുത്ത ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 7ാം മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നത്തെ മത്സരത്തിലെ മികച്ച കോംബോകളെ തന്നെയാണ്. അത് രാഹുൽ കെപിയുടെയും അസറിന്റെയും. തുടർന്ന് 9ാം മിനിറ്റിലായിരുന്നു ദിമിയുടെ അതിമനോഹരമായ ബുള്ളറ്റ് ഷൂട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ദിമി ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. പന്തുമായി 3 മോഹൻ ബഗാൻ കളിക്കാരെ ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ ദിമിത്രിയോസ് ഡയമന്റക്കോസ് ടൈറ്റ് ആംഗിളിൽ നിന്നും തകർപ്പൻ ലെഫ്റ്റ് ഫുട്ട് ഷോട്ടിലൂടെയാണ് മോഹൻ ബഗാന്റെ വല കുലുക്കിയത്. ഗോൾ കീപ്പർ വിശാൽ ഗെയ്ത്തിന് ഒരു അവസരവും നൽകാതെയായിരുന്നു ഡയമന്റക്കോസിന്റെ ഈ ഒരു ഷോട്ട്. തുടർന്ന് 35ാം മിനിറ്റിൽ ഗോൾ കീപ്പർ വിശാൽ ഗെയ്ത്ത് വരുത്തിയ പിഎവിൽ നിന്നും ലീഡ് ഉയർത്താനുള്ള അവസരം പെപ്രയ്ക്ക് ലഭിച്ചെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയായിരുന്നു. മോഹൻ ബഗാന് ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ ചിരി വരുന്ന കാര്യം. തുടർന്ന് 2ാം പകുതിയിൽ കൂടുതൽ ആക്രമിച്ചു കളിക്കുന്ന മോഹൻ ബഗാനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 54ാം മിനിറ്റിൽ രാഹുലിന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പോവുകയും ചെയ്തു. സമനില ഗോളിനായി മോഹൻ ബഗാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം പാറ പോലെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈമിൽ ലീഡ് ഉയർത്താൻ രാഹുലിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും താരത്തിന്റെ ഷോട്ട് മോഹൻ ബഗാൻ ഗോൾ കീപ്പർ വിശാൽ ഗേജ് തടഞ്ഞിട്ടു. കൂടാതെ ഇന്നത്തെ ഈ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ച് ആണ്. ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ മാച്ച് അനാലിസിസ് വീഡിയോ നാളെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.